പ്രായത്തിൽ കുറഞ്ഞ ഒരാളെ കല്യാണം കഴിക്കുന്നത് ഒരു തെറ്റാണോ? ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് കൂടുതലായിട്ട് ഇങ്ങനെ ആൾക്കാർ ചെറിയ ചെക്കനെ കല്യാണം കഴിച്ചു. എനിക്ക് 32, 26 അങ്ങനെ ആ ഒരു ഏജ്, 27 അങ്ങനെ ഏജ്, അതൊക്കെ ഒരു ചെറിയ വയസ്സാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശരിക്കും എന്താണ് സത്യം? കല്യാണം കഴിഞ്ഞോ കഴിഞ്ഞില്ലേ? ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. സർഫലീനെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ റെഡിയാണ്? അവൻ ഒരിക്കലും റെഡിയാണോ? സർഫലി വേറൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ അത് സമ്മതിക്കില്ല, നിയമപരമായിട്ട് പോകും എന്നൊക്കെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ അങ്ങനെയാണ് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് നിയമപരമായിട്ട് പോവായിരുന്നു. ഒരുപാട് പേരുടെ മേലെ എനിക്ക് കേസും കാര്യങ്ങളായിട്ട് പോവായിരുന്നു. നിയമപരമായിട്ട് പോവാണെങ്കിൽ പോവുക ചെയ്യാം. കാരണം ഇവൻ എന്നെ ചീറ്റ് ചെയ്തു, ഇവൻ എന്റെ കൂടെ ഇത്ര മാസം ഉണ്ടായി, ഇവൻ എന്നെ ഇതാക്കി. അവരിപ്പോ എന്റെ അടുത്ത് വേറൊരു പ്രപ്പോസ് വന്നാലും മക്കൾ എന്നെ അടുത്ത് ചോദിക്കാം, അപ്പൊ സർഫലിയോ ചെയ്യും. സാജിദയുടെ വേറെ മറ്റു ബന്ധങ്ങൾ അറിഞ്ഞിട്ട് ആള് മനസ്സുരുകിട്ട് സൂയിസൈഡ് ചെയ്തതാണ്? ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ ഇപ്പോ എന്റെ ഫോൺ എപ്പോഴും എന്റെ കയ്യിലായിരിക്കും. എന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആൾക്ക് അതിന് സൂസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചുമ്മാ തമാശക്ക് ഒരാളുടെ പേരെഴുതി ദേഹത്തിടുന്നത് അല്ല, പേരെഴുതി ഇപ്പൊ എല്ലാവരും ഇടുന്നുണ്ട്. നമ്മൾ അവർ കിട്ടിയാലാണ് അതൊരു മെഹർ. വെറുതെ ഒരു ചെയിനും ഒരു പേരിട്ട് പറഞ്ഞത് ഒരിക്കലും മെഹർ ആവില്ല. അപ്പൊ അത് മനഃപൂർവ്വം ഒരു റീച്ചിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു കണ്ടന്റ്? റീച്ച് ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവായി നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് ഒരു തിരിച്ചടി കൊടുക്കാന്നുള്ളൊരു ഇതിലാണ് കല്യാണത്തിന്റെ ടോപ്പിക് എടുത്തിട്ട്. ഷാജിയുടെ പുതിയ ഇന്റർവ്യൂ ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. വെറൈറ്റി മീഡിയക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ്. ശരിക്കും പറഞ്ഞാൽ ഓരോ ഇന്റർവ്യൂവിലും വന്നിരുന്ന് ഷാജിദ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിലും വെറൈറ്റി ആയിട്ട് തന്നെയാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. ഒന്നുമായിട്ട് ഒരു ബന്ധവുമില്ല. അതാണല്ലോ ഷാജിദയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും ആ ഇന്റർവ്യൂവിൽ പുള്ളിക്കാരത്തി പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ടു നോക്കാം. അതിനുശേഷം ഈ ഷാജിദയുടെ ആദ്യ ഹസ്ബൻഡായ കബീറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു കബീറിന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആ കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം പറയാം. എന്തായാലും ആദ്യം നമുക്ക് ഷാജിദയുടെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടു നോക്കാം. അത് കണ്ടാൽ മാത്രമാണ് അതുമായി കണക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞിട്ടാണ് കൂടുതലായിട്ട് ഇങ്ങനെ ആൾക്കാർ ചെറിയ ചെക്കനെ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു സംഭവത്തിലാണ് ആൾക്കാർ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ചെറിയ ചെക്കൻ പറഞ്ഞാൽ എനിക്ക് 32, 26 അങ്ങനെ ആ ഒരു ഏജ്, 27 അങ്ങനെ ഏജ്, അതൊക്കെ ഒരു ചെറിയ വയസ്സാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്റെ ഒക്കെ എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് 22, 23 വയസ്സാണ്. അതൊക്കെയാണ് ചെറിയ വയസ്സ് അങ്ങനെ പറയാം. എനിക്ക് 15 വയസ്സ് അങ്ങനെയായിരുന്നു. അപ്പൊ ഇതിപ്പോ ഒരു ഏജ് ഡിഫറെന്റ്. അപ്പം എന്റെക്കും ഞാനും കൂടിയിട്ട് ഒരു 9 വയസ്സിനൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ അതില് പ്രശ്നമില്ല. പക്ഷെ നമ്മളെക്കാട്ടി താഴെയുള്ള ചെക്കന്മാരെ കല്യാണം കഴിച്ചാൽ അവർക്ക് പ്രശ്നം. അതാണ് കൂടുതലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ ടോപ്പിക്. അതാണ് സ്ത്രീകൾ പ്രായത്തിൽ കുറഞ്ഞ ആളെ കല്യാണം കഴിക്കരുത് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു സംഭവം. അപ്പം ശരിക്കും എന്താണ് സത്യം? കല്യാണം കഴിഞ്ഞോ കഴിഞ്ഞില്ലേ? ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല ശരിക്കും. പക്ഷെ ആ ഒരു സംഭവത്തിലേക്ക് എത്തിയതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ്. ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ സബ്സ്ക്രൈബേഴ്സും അല്ലാണ്ടും പുറമേ നമ്മളിപ്പോ യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പല അപവാദങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ ഒരു ടോപ്പിക് എടുത്തിടാന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കണ്ടന്റ് പിടിച്ചത്. പക്ഷെ ആ കണ്ടന്റ് ഇത്ര വൈറലാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അത് പക്ഷെ നമ്മൾ ഇത്രയും വൈറലായി നിൽക്കുന്ന ഒരാള് എന്ത് ചെയ്താലും അത് വൈറലാവുമല്ലോ. അപ്പൊ അത് മനഃപൂർവ്വം ഒരു റീച്ചിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു കണ്ടന്റ്? റീച്ച് ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവായി നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് ഒരു തിരിച്ചടി കൊടുക്കാന്നുള്ളൊരു ഇതിലാണ് കല്യാണത്തിന്റെ ടോപ്പിക് എടുത്തിട്ടത്. അപ്പൊ ഇത്ര നാളും സപ്പോർട്ട് ചെയ്ത സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്തവർ ഇപ്പോഴും സപ്പോർട്ടാണ്. ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചാലും സപ്പോർട്ടാണ്, അല്ലെങ്കിൽ സപ്പോർട്ടാണ്. ഇപ്പോഴും അവർ സപ്പോർട്ടുണ്ട്. സപ്പോർട്ടുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും സപ്പോർട്ടാണ്. നെഗറ്റീവ്സ് ആയിട്ട് ഫസ്റ്റ് മുതലേ നെഗറ്റീവ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറയുന്ന ആൾക്കാർ ഇപ്പോഴും ആ നെഗറ്റീവിൽ തന്നെ നിൽക്കണം. അതിപ്പോ നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും അവർ നെഗറ്റീവ് തന്നെ പറയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ടോപ്പിക് ഇട്ടതിന് ശേഷം ആ നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് തിരിച്ചടി കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? അവരുടെ വായി അടുപ്പിക്കാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ട്. ഫസ്റ്റ് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചു കല്യാണം ഇനി കഴിക്കില്ല, അങ്ങനത്തെ എനിക്കൊന്നും ഇത്ര ചെറിയ ചെക്കന്മാരനൊന്നും കിട്ടില്ല എന്നൊക്കെ ആയിരുന്നു ഇവരുടെ ഒരു ഇത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം എടുത്തിട്ടപ്പോൾ ശരിക്കും ഷോക്കായിട്ടുണ്ട് എല്ലാവരും. ഇത്ര ചെറിയ ചെക്കൻ അങ്ങനെ ഇങ്ങനെ കല്യാണം കഴിച്ചു അങ്ങനെയുള്ള ഒരു സംഭവത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും അവർക്ക് ഷോക്കായി. കല്യാണം കഴിച്ചു ഇപ്പോഴും അവർ വിശ്വസിക്കുന്നത് ഞാൻ കല്യാണം കഴിച്ചിട്ട് തന്നെയാണ്. അതിൽ തന്നെയാണ് ചില ആൾക്കാരൊക്കെ വിശ്വസിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ അതിൽ എനിക്കിപ്പോ ഒന്നും പറയാനില്ല. പക്ഷെ ആ ഒരു വിശ്വാസം സാജിദ തന്നെ മാറ്റിയല്ലോ. തിരിച്ച് ലാസ്റ്റ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ അതെന്തിനാ അങ്ങനെ മാറ്റി പറഞ്ഞു? കഴിച്ചിട്ടില്ല, സത്യം അതാണല്ലോ. അതുകൊണ്ടാണ് അത് മാറ്റി പറഞ്ഞത്. തിരിച്ചടി അല്ല, അവർക്കുള്ള ഒരു പണി കൊടുക്കുകയും ചെയ്തു. പിന്നെ തിരിച്ച് നമ്മൾ എന്താ പറയുക, നമ്മളെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് എന്നെ വിളിക്കലും സംസാരിക്കലും ഷാജി എന്താ സത്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നവരെ ഒരിക്കലും നമ്മൾ ഇതാക്കരുതല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടായിട്ട് അങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പം നിലവിൽ കല്യാണം കഴിച്ചിട്ടില്ല. ഇപ്പൊ നിലവിൽ കല്യാണം കഴിച്ചിട്ടില്ല? ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. ഇപ്പൊ അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീണു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തപ്പെടുകയും ചെയ്തു. അതിൽ വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ഇത്രയൊന്നും വേണ്ടായിരുന്നു തോന്നിയത് എന്താന്ന് വെച്ചാല് ഞാനതൊരു ദേഷ്യത്തിന്റെ പുറത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കല്യാണത്തിന്റെ ടോപ്പിക്ക് എന്റെ വീഡിയോസിൽ ഞാൻ പറയുന്നില്ല. ശരിക്കും ഞാനതൊരു ഞങ്ങളൊരു ഫ്രണ്ട്സുകൾ എല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോയ ഒരു സംഭവം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതിൽ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ആ ഒരു വീഡിയോസ് ഞാനൊരു
ഷോർട്സ് ആയിട്ട് ഒരു പാട്ടായിട്ട് എടുത്തിട്ടുള്ളൂ. അതിൽ ഒരിക്കലും ഇന്ന ആൾ കല്യാണം കഴിച്ചു എന്ന് ഞാൻ പറയില്ല. അതിന് മുന്നേ ഞാൻ കല്യാണത്തിന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടെങ്കിലും ഇന്ന ആളെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്റെ വീഡിയോസിൽ. ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ വയനാട് പോയി എന്ന് പറഞ്ഞു, അത് ട്രിപ്പ് ആയിരുന്നോ? അതൊരു ട്രിപ്പും പിന്നെ എനിക്ക് അവിടെ ഒരു കുറച്ച് വർക്ക് കാര്യങ്ങളുണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ട് പോയി. അപ്പൊ ഇവൻ ഫ്രണ്ടായിട്ട് എനിക്കൊരു 5-6 മാസത്തോളമായിട്ട് ഇവൻ എന്റെ ഫ്രണ്ടാണ്. കാസർഗോഡത്തെ ഈ ഷർഫ് അലി പറയുന്ന ആളെന്റെ ഫ്രണ്ടാണ്. അപ്പൊ അവരും ട്രിപ്പ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അവരെ കൂടെ അങ്ങനെ പോയി പ്രമോഷൻ ആയിരുന്നു. 5-6 മാസമായിട്ടാണ് ഈ പുള്ളി ഫ്രണ്ട് ആയിട്ട്. പക്ഷെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഇക്ക ഉള്ള സമയത്ത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫ്രണ്ടാണ്, പക്ഷെ ഞാൻ ഇവനായിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല. ഫ്രണ്ട് പറഞ്ഞ എന്റെ റീൽസിനൊക്കെ ലൈക്ക് ഇടും, സ്റ്റോറിക്കൊക്കെ മെൻഷൻ ആക്കാൻ പറയും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഇവനായിട്ട് ഞാൻ ചാറ്റിങ്ങോ മെസ്സേജസോ ഒന്നുമില്ല. അപ്പം ഇക്ക മരിച്ചതിന് ശേഷം ഞാൻ ഒരു സ്റ്റോറി ഇട്ട, ഒരു സാഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി റീൽ ഇട്ടപ്പോഴാണ് ഇവൻ എന്താ പ്രശ്നം എന്ന് ചോദിച്ചത്. അത് ഇക്ക മരിച്ചിട്ട് ഒരു 4 മാസം എന്തോ കഴിഞ്ഞിട്ടാണ് ഇവൻ എന്നോട് ചോദിക്കുന്നത് എന്താ പ്രശ്നം, അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഇക്ക എവിടെ പോയി എന്നെല്ലാം ചോദിച്ചിട്ട് ഇവർ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇക്ക മരിച്ച ആ ഒരു ഷോക്കിൽ ഭയങ്കര സാഡായിട്ട് നിൽക്കുന്ന ടൈമാണ്. അപ്പോഴാണ് ഇവൻ മെസ്സേജ് അയക്കുന്നത്. അങ്ങനെയാണ് ഇവനായിട്ട് സംസാരിച്ച് തുടങ്ങിയത്. അവനായിട്ട് സംസാരിച്ചു, അങ്ങനെ ചാറ്റിംഗ് തുടങ്ങി, അങ്ങനെ ഫ്രണ്ട്സ് ആയി. അങ്ങനെയാണ് ഫ്രണ്ട്സ് ആയത്. ഷറഫ് അലി എന്നുള്ള പേര് നമുക്ക് എന്തായാലും അറിയാലേ, പുള്ളിക്കാരത്തി പറയാതെ പറഞ്ഞ പേരാണ് ഈ ഷറഫ് അലി. അത് നമ്മൾ സോഷ്യൽ മീഡിയ തന്നെ കണ്ടെത്തിയ ഒരു പേര് തന്നെയാണ് ഷറഫ് അലി എന്നുള്ള പേര്. അപ്പൊ ഈ ഒരു ഷറഫ് അലിക്ക് 26 വയസ്സായിരുന്നു. ഇതായിരുന്നു ആദ്യത്തെ കോൺട്രവേഴ്സി ഇവിടെ തുടങ്ങിയത്. ഷാജിദയ്ക്കും 32 വയസ്സുകാരിയായ ഷാജിദ 26 വയസ്സായ കൊച്ചു ചെറുക്കനെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ പിറകെ ഒരുപാട് അലിഗേഷനും കാര്യങ്ങളെല്ലാം ഈ പുള്ളിക്കാരത്തി കേട്ട് ഇപ്പൊ പിന്നീട് അത് പറയുന്നത് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല, മഹർ ഇട്ടിട്ടില്ല, മറ്റതാണ് മറിച്ചതാണ് എന്നുള്ള പല കാര്യങ്ങൾ. അതിനുശേഷമാണ് റഹൂഖ് എന്ന് പറയുന്ന ആള്, ആ വ്യക്തിയുടെ രംഗപ്രവേശം, ദുബായിൽ നിന്നുള്ള ആ രംഗപ്രവേശം നമ്മൾ ഒരുപാട് കേട്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മെഗാ എപ്പിസോഡ് പോലെ തന്നെയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം നീണ്ടുപോയത്. അതും പോരാഞ്ഞിട്ടാണ് ഈ പുള്ളിക്കാരത്തി ഇന്റർവ്യൂകൾ കൊടുത്തത്. ഇന്റർവ്യൂവിൽ പറയുന്നതോ ആകെ ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് ബാക്കി കൂടെ കേട്ടു നോക്കാം അടുത്ത എന്താ പറയുന്നേന്നുള്ളത്. ഇപ്പം വയനാട് പോയ സമയത്ത് ഇട്ട ഒരു റൂമല്ല ശരിക്കും, അതൊരു ഹോട്ടലിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അപ്പൊ ഞാനും ഇതേപോലെ ഒരു സോഫ ഇട്ടിട്ടുണ്ട് അവിടെ. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുമ്പോൾ അവൻ എന്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ എന്തോ പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ തോളുകൂടെ കൈയിട്ട് അത് അവന്റെ ഫ്രണ്ട് പിക്ക് എടുത്തു. അവൻ ഫ്രണ്ടിൽ ഇരിക്കുന്ന അവൻ എടുത്തു ആ ഒരു പിക്കാണ് അത്. എല്ലാവരും ചോദിച്ചത് റൂമിലാണ്. ഒരിക്കലും റൂമല്ല, അത് ഇങ്ങനത്തെ ഒരു സോഫ ഇട്ടിട്ട് അവിടെ ഇരുന്നതാണ്. ആ പിക്ക് സാജിദ തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. ഞാൻ തന്നെയാണ് ആ പിക്കും പിന്നെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കൂടിയിട്ട് എല്ലാം കൂടിയിട്ടാണ് ഒരു ഷോർട്സ് ആയിട്ട് ഇടുന്നത്. അത് കണ്ടപ്പോഴാണ് ആൾക്കാർ റൂം എടുത്തു താമസിച്ചു അങ്ങനെയൊക്കെ ഇപ്പൊ വൈറലായി കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് അത് ഡിലീറ്റ് ചെയ്തു. ഞാനത് വൈകുന്നേരം തന്നെ ഡിലീറ്റ്. ഞാനത് അവനോടുള്ള ഒരു ദേഷ്യം കൊണ്ട് ഇട്ടതാണ്. ആരോട്? ഇവൻ ഷർഫലിനോട് തല്ലു കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിൽ അവന്റെ അടുത്തുള്ള ദേഷ്യം ഞാൻ ഇതിൽ തീർത്തതാണ്. ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇങ്ങനെ ഇടും എന്ന് പറഞ്ഞിട്ട് ഷോർട്സ് ആയിട്ട് ഇട്ട ടൈമിൽ ഞാൻ ഇത്ര കാര്യമൊക്കെയില്ല, ഇത് ആൾക്കാർ എടുക്കുന്നു വിചാരിച്ചില്ല. ഞാൻ പിന്നെ അത് വൈകുന്നേരം ആകുമ്പോഴേക്കും സോൾവ് ആകുമ്പോഴേക്കും ഞാൻ ഡിലീറ്റും ചെയ്തു. പക്ഷെ അപ്പോഴേക്കും എല്ലാവരും എടുത്ത് കൈയിട്ട് പോയി. അപ്പൊ ഇങ്ങനെ ദേഷ്യം വരുമ്പോ ഇങ്ങനെ വേറൊരാളുടെ പ്രൈവറ്റ് ഫോട്ടോസ് ഒക്കെ ഇടുന്നത് തെറ്റല്ലേ? അതെ, പക്ഷെ അത് അതിന് മാത്രം ഒരു ദേഷ്യം ആയിരുന്നു. അവനിക്കും അറിയാം ചെയ്തത് അങ്ങനെ അതുകൊണ്ടാണെന്ന് അറിയാം. ഇപ്പം നിങ്ങളിപ്പോ അപ്പൊ ഷർഫലിയും സാജിദയും തമ്മിൽ ഇപ്പോഴും സൗഹൃദം മാത്രമാണ്, അതിനപ്പുറത്തേക്ക് പ്രണയമോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹങ്ങളോ ഒന്നുമില്ല? സപ്പോസ് ഷർഫലീനെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ റെഡിയാണ് അവൻ? ഒരിക്കലും അവൻ കല്യാണം കഴിക്കാനുള്ള സിറ്റുവേഷനിലേക്ക് വരില്ല. കാരണം അവന്റെ വീട്ടിൽ അതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അവന്റെ ഉമ്മാനായിട്ടൊക്കെ ഞാൻ സംസാരിച്ചതാണ്. പിന്നെ അവനിക്ക് ഇഷ്ടമാണെങ്കിലും എനിക്ക് ഇഷ്ടമാണെങ്കിലും നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാനുള്ള ഒരു സംഭവം പ്ലാനിങ് ഒന്നും ഒരിക്കലും ഇടാൻ പറ്റില്ല. അഥവാ അങ്ങനെ ഒരു ചാൻസ് വന്നാൽ, അവനൊരു പ്രപ്പോസ് വന്നാൽ അവന് വേറെ കല്യാണം കഴിക്കണേൽ എനിക്ക് വിരോധമില്ല. എനിക്ക് അതേപോലെ ഒരു പ്രപ്പോസ് വന്നാൽ ഞാൻ കല്യാണം കഴിക്കും. പക്ഷെ സൗഹൃദം എപ്പോഴും ഉണ്ടാവും. പക്ഷെ വേറൊരു ഇന്റർവ്യൂവിൽ സാജിദ പറഞ്ഞു ഷർഫലി വേറൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ അത് സമ്മതിക്കില്ല, നിയമപരമായിട്ട് പോകും എന്നൊക്കെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിങ്ങനെ മാറ്റി പറഞ്ഞു. അത് ഞാൻ വെറുതെ പറഞ്ഞത്. അതിന് നമ്മളിപ്പോ അങ്ങനെയാണ് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് നിയമപരമായിട്ട് പോവായിരുന്നു. ഒരുപാട് പേരുടെ മേലെ എനിക്ക് കേസും കാര്യങ്ങളായിട്ട് പോവായിരുന്നു. എന്റെ ഈ ഷോർട്സ് എടുത്തിട്ട് ആൾക്കാരുടെ മേലേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പോവായിരുന്നു. പക്ഷെ ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല. പിന്നെ ഇവന്റെ പേരിലും എനിക്ക് അങ്ങനെ എനിക്ക് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. ഒരിക്കലും ഞാൻ അവന്റെ പേരിൽ അങ്ങനെ കേസും കാര്യങ്ങളായിട്ട് പോയില്ല. പിന്നെ ഞാൻ അങ്ങനെ അവിടെ ആ ടൈമിൽ അങ്ങനെ പറഞ്ഞുള്ളൂ. പക്ഷെ അത് വേറെ കല്യാണം കഴിച്ചു പറഞ്ഞാലും ഞാൻ അങ്ങനെ പോകുന്നില്ല. പക്ഷെ എനിക്ക് അവന് ഇഷ്ടമാണ്. കല്യാണം കഴിക്കുകയാണെങ്കിൽ റെഡി ആണെങ്കിൽ ഒരിക്കലും. പക്ഷെ അത് അവനിക്ക് അവന്റെ വീട്ടുകാരനെ വിട്ടിട്ട് അവന്റെ ഉമ്മ, പെങ്ങന്മാര്, ഉപ്പ, അവരുടെ ആ ഒരു ഫാമിലി ഉണ്ടല്ലോ, അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെനിക്കറിയാം. പക്ഷെ നമ്മളിപ്പോ യൂട്യൂബ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പം സ്വന്തം ചാനലാണെങ്കിലും ഇതുപോലുള്ള ഇന്റർവ്യൂസിലാണെങ്കിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇന്റർവ്യൂല് ശരിക്കും അത് സാജിദ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ ഷർഫലി എന്നെ ഇട്ടിട്ട്. എനിക്ക് നിയമപരമായിട്ട് പോവണമെങ്കിൽ പോവുക ചെയ്യാം. കാരണം ഇവൻ എന്നെ ചീറ്റ് ചെയ്തു, ഇവൻ എന്റെ കൂടെ ഇത്ര മാസം ഉണ്ടായി, ഇവൻ എന്നെ ഇതാക്കി എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് പോവാം. പക്ഷെ അത് ചുമ്മാ പറഞ്ഞു. അപ്പൊ അങ്ങനെ ചുമ്മാ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ആണല്ലോ ഇപ്പൊ ഓരോ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഒരു കാര്യം ഇതേപോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ ഇങ്ങനെ ചിന്തിക്കില്ലേ ഇതിന്റെ ഒരു വരുംവരായിക എന്തായിരിക്കും? അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ അങ്ങനെ പറയുമ്പോഴേക്കും നമ്മൾ എടുത്ത് ചാടി അങ്ങനെ പോകുന്നില്ലല്ലോ. ഇന്റർവ്യൂസിൽ ഇപ്പൊ എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കണം അതിനനുസരിച്ചുള്ള
അപ്പൊ എന്താ തോന്നുന്നത് ആ ആൻസർ പറയുന്നു, അത്രേ ഉള്ളൂ. അതിപ്പോ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നീങ്ങണമെന്നൊന്നുമില്ല. ഇല്ല, ചുമ്മാ ഇങ്ങനെ പറയുന്നതാണ് ഓരോന്ന്. ഓക്കെ. അപ്പം വേറൊരു ഇന്റർവ്യൂവിൽ സാജിദ പറഞ്ഞു, ഇപ്പം സപ്പോസ് ഷറഫ് അലീനെ കല്യാണം കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ സാജിദക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു തീരുമാനം അവന് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണ്. പക്ഷെ ആളുടെ ഒരു സാഹചര്യം വെച്ചിട്ട് അത് നടക്കില്ല ഒരിക്കലും. അവന്റെ ഒരു സാഹചര്യം, അവന്റെ വീട്ടിലത്തെ സാഹചര്യം നോക്കിയിട്ട് അവനിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ പോലും അവനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കുടുംബത്തിൽ അവൻ പ്രശ്നമാവും. ഒരു മോനാണ്, അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് നോക്കണം. അങ്ങനെ പിന്നെ അവന്റെ ഏജ്, പിന്നെ എനിക്ക് മക്കള് കാര്യങ്ങൾ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും മക്കളില്ലെങ്കിൽ ചിലപ്പോൾ അവർ സമ്മതിച്ചു എന്നൊക്കെ വരെയായിരിക്കും. പക്ഷെ ഇത്രയും മക്കള്, മോന് 15 വയസ്സ് ആയി, അപ്പൊ ആ ഒരു സംഭവം കൊണ്ട് എന്തായാലും നടക്കില്ല. ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്ന ഇന്റർവ്യൂസിലൊക്കെ ഇങ്ങനെ മക്കൾക്ക് ഇത് അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ മക്കൾക്ക് എന്നെ അറിയാം, അവർക്ക് കുഴപ്പമില്ല, ഷറഫ് അലീനായിട്ട് അവർ ഭയങ്കര കമ്പനിയാണ്. അപ്പം സാജിദ ഇങ്ങനെ പറയുന്നത് ഇപ്പം സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് പേരോടുള്ള ഒരു ദേഷ്യത്തിന്റെ പുറത്താണല്ലോ ഇതിന്റെ ഒരു തുടക്കം. അപ്പൊ മറ്റുള്ളവരോടുള്ള ഒരു ദേഷ്യത്തിന് സാജിദ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ മക്കളും കൂടി അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു പേര് സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാല് അവര് പഠിക്കുകയാണ്, അവര് പുറത്ത് പഠിക്കുകയാണ്. അവരിപ്പോ ഞാൻ ഇടുന്ന വീഡിയോസ് ഒന്നും അവർ കണ്ടോളണമെന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞിട്ട് അറിയാന്നല്ലാണ്ട് അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അവർ ചെറിയ കുട്ടികളാണല്ലോ, അവരുടെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ഉസ്താദിന്റെ ഒക്കെ ഫോൺ കിട്ടുമ്പോൾ അവർ നോക്കാന്നല്ലാണ്ട് അവര് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും കാണാറില്ല. പിന്നെ സപ്പോർട്ട് കാരണം ഉമ്മാക്ക് എപ്പോഴും മക്കൾ സപ്പോർട്ട് ആയിരിക്കുമല്ലോ. ഉമ്മാക്ക് എപ്പോഴും മക്കൾ സപ്പോർട്ടായിരിക്കും, അത് ശരിയാണ് കേട്ടോ. ഉമ്മാക്ക് മക്കൾ സപ്പോർട്ടുമാണ്, അതുപോലെ മക്കൾക്ക് തിരിച്ച് ഉമ്മായും അല്ലെങ്കിൽ വാപ്പായും ഓരോ മാതാപിതാക്കളും സപ്പോർട്ട് തന്നെയാണ്. അതിനെ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഈ രീതിയിലുള്ള സപ്പോർട്ട് എങ്ങനെയായിരിക്കും എന്നറിയില്ല. പിള്ളേരുടെ ഏജ് എന്ന് പറയുന്നത് ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഏജ് അല്ല. അവർക്കൊന്നും പല കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള പ്രായവും ഒന്നും ആയിട്ടില്ല. മൂത്ത മകന് തന്നെ 15 വയസ്സായി എന്ന് പറയുന്നത് മേ ബി അവന് ചിലപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാകുമായിരിക്കും. പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യം അവർക്ക് ആ ഒരു മെച്യൂരിറ്റി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് ഇപ്പം മനസ്സിലാവില്ല എങ്കിലും ഭാവിയിൽ അത് പിള്ളേർക്ക് വലിയ രീതിയിൽ തന്നെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഷറഫുലിയുമായിട്ടുള്ള കാര്യം പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരി പറയുന്നുണ്ടല്ലോ, അത് കട്ടിലിൽ ഇരുന്ന ഫോട്ടോ അല്ല, ഏതോ സോഫ സെറ്റിൽ ഇരുന്ന ഒരു ഫോട്ടോയാണ്. ആ ഫോട്ടോ കണ്ടാൽ തന്നെ അത് ഏത് രീതിയിലുള്ള ഫോട്ടോ ആണെന്ന് മലയാളികൾക്ക് പ്രത്യേകിച്ച് അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് ഓക്കെ, നിങ്ങൾ പറയുന്നത് നമ്മളങ്ങ് വിശ്വസിക്കാം. പക്ഷെ മക്കൾക്ക് ഇപ്പം അവര് രണ്ടുപേര് പുറത്തു നിന്ന് പഠിക്കുമല്ലേ ഒരു സ്ഥാപനത്തില്. അപ്പം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ഈ ഷറഫ് അലിയുടെ മാരേജ് പ്രപ്പോസൽ വന്ന സമയത്ത് ഇവരും ഷറഫ് അലിയും തമ്മിൽ കമ്പനിയാണ്, അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവർക്ക് ഇഷ്ടമാണ്, അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവരിപ്പോ എന്റെ അടുത്ത് വേറൊരു പ്രപ്പോസ് വന്നാലും മക്കൾ എന്നെ അടുത്ത് ചോദിക്കാം, അപ്പൊ ഷറഫ് അലിയോ ചെയ്യും. കാരണം അവർക്ക് അവനെപ്പോഴും വിളിക്കും, സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അറിയാലോ. അപ്പൊ അതിൻ്റെത് അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇഷ്ടമാണ്, മക്കൾ സപ്പോർട്ടാണ്. ഓക്കെ. ഇപ്പം ഷറഫ് അലീനായിട്ട് ഇപ്പൊ നിലവിൽ എന്താണ്, നിങ്ങൾ തമ്മിൽ കോൺടാക്ട് ഉണ്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണ്? മെസ്സേജ് അയക്കും, എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കോൺടാക്ട് ഉണ്ട്. ഇത്രയും പ്രശ്നങ്ങളായിട്ടും അവൻ എന്നെ ഇതാക്കിയിട്ട് അവോയ്ഡ് ചെയ്ത് പോവുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഓരോ ഇന്റർവ്യൂലും ഡിഫറെന്റ് സാധനങ്ങളാണ് പറയുന്നത്. ഒരെണ്ണത്തിൽ പറഞ്ഞതല്ല ഇതിൽ പറയുന്നത്, ഇപ്പം അതിൽ പറഞ്ഞതല്ല ഇപ്പൊ ഇവിടെ പറയുന്നത്. ഓരോ ഇന്റർവ്യൂസ് ഓരോ റീച്ച് കിട്ടിക്കോട്ടെ. പക്ഷെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെ ഇങ്ങനെ സ്പോട്ടിൽ ഇങ്ങനെ അതാണ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നതിന് ഇപ്പൊ എനിക്ക് നിങ്ങൾ എന്താ ചോദിക്കാന്ന് തന്നെ എനിക്കറിയില്ല. നിങ്ങൾ ചോദിക്കുന്നതിന് ആ സ്പോട്ടിൽ പറയുന്നത് അപ്പൊ എനിക്ക് എന്താ തോന്നി ഞാൻ അത് പറയുന്നത്, അത്രേ ഉള്ളൂ. പിന്നെ അതില് എന്താണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എനിക്ക് അപ്പൊ കയ്യിൽ കിട്ടണൊക്കെ പറയും. അതായത് സാജിദ പറയുന്നത് മൊത്തം കള്ളാണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ്. അല്ല, ഇപ്പൊ പറഞ്ഞതൊന്നും കള്ളല്ല. നമ്മള് ഇന്റർവ്യൂസിൽ പറഞ്ഞേ അതിലിപ്പോ ഞാൻ കള്ളൊന്നും പറഞ്ഞിട്ടില്ല. അതിലിപ്പോ എന്താ പറഞ്ഞത്, കല്യാണം കഴിക്കാൻ അവനെ ഇഷ്ടമാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് അവൻ എന്നെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഞാൻ നിയമപരമായിട്ട് നേരിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു കള്ളല്ല. അതിപ്പോ എനിക്കിപ്പോ അവൻ സപ്പോസ് അവൻ എന്നെ ഇതായിട്ട് അവോയ്ഡ് ആക്കിയിട്ട് പോവാണ് അല്ലെങ്കിൽ ഇതാക്കണെന്ന് വെച്ചാൽ എനിക്കിപ്പോ നിയമപരമായിട്ട് നേരിടാം. അത് ഞാൻ അവനോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറച്ച് മുന്നേ പറഞ്ഞില്ല അങ്ങനെയൊന്നും ചെയ്യില്ല. അതല്ല ഞാൻ അങ്ങനെ ചെയ്യില്ല. പക്ഷെ എനിക്ക് അതങ്ങനെ ചെയ്യാനുള്ള വകുപ്പൊക്കെ എന്റെ കയ്യിലുണ്ട്, അത്രേ ഉള്ളൂ. ഉണ്ട്, പക്ഷെ ചെയ്യില്ല. ഓക്കെ. ഇപ്പം ലാസ്റ്റ് ഇന്റർവ്യൂസിൽ മഹർ കാണിക്കുന്നുണ്ടായിരുന്നു, അതിലൊരു ലോക്കറ്റിലൊരു പേരുണ്ടായിരുന്നു. അപ്പം ആ ആങ്കർ ആ പേര് കണ്ടല്ലോ. അപ്പം ഇപ്പോഴാ മഹർ ഉണ്ടോ? ഇല്ലില്ല, മഹർ ഞാൻ അയച്ചു. അപ്പം മഹർ എന്നൊക്കെ പറയുന്നത് നമ്മള് മുസ്ലിം ലേഡീസ് നല്ല പൊതുവെ താലി അതൊക്കെ കുറച്ചുകൂടി ഒരു പ്രഷ്യസ് ആയിട്ട് എല്ലാവരും ഞാൻ പറയുന്നില്ല, എന്നാലും പൊതുവെ അങ്ങനെ ആണല്ലോ. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ ഇത് യൂസ് ചെയ്യുമ്പോൾ അതൊരു മോശമായിട്ട് ഫീൽ ചെയ്യാറില്ലേ? ചുമ്മാ തമാശക്ക് ഒരാളുടെ പേരെഴുതി ദേഹത്തിടുന്നത്. അല്ല, പേരെഴുതി ഇപ്പൊ എല്ലാവരും ഇടുന്നുണ്ട്. ഇപ്പൊ റിങ്ങിലായാലും മറ്റൊരാളുടെ പേര് എഴുതിയിട്ട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ചെയിനിലായാലും ഇപ്പൊ മോഡലായിട്ട് പേരെഴുതിയിട്ട് ഇടുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിപ്പോ മെഹറായിട്ട് നമ്മൾ അവർ കെട്ടിയാലാണ് അതൊരു മെഹർ. വെറുതെ ഒരു ചെയിനും ഒരു പേരിട്ട് പറഞ്ഞാൽ ഒരിക്കലും ഒരു മെഹറാവില്ല. നമ്മൾ ആയതുകൊണ്ട് പറഞ്ഞാലും ആവില്ല. നമ്മളെ കഴുത്തിലിട്ട് തരികയാണെങ്കിൽ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മെഹറാണ്, അതിനൊരു വാല്യൂ ഉണ്ട്. അല്ലാണ്ട് ജസ്റ്റ് ഇപ്പൊ ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു വാല്യൂ ഇല്ല.
ഇല്ല. ഇപ്പം ഹസ്ബൻഡ് സൂയിസൈഡ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഇപ്പൊ ഈ ഒരു ഇഷ്യൂസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇപ്പൊ ഹസ്ബൻഡിന്റെ കസിൻ സിസ്റ്ററോ പിന്നെ സിസ്റ്റേഴ്സ് അങ്ങനെയൊക്കെ അവരൊക്കെ വന്നിട്ട് സാജിദയെ കുറിച്ച് വളരെ മോശമായിട്ടും കുറെ അപവാദങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണ്? ഇപ്പം നമ്മൾ വീഡിയോ കാണുക വിടുക അങ്ങനെ നമുക്ക് അറിയത്തുള്ളൂ. അപ്പം ഇതിനോടൊക്കെ ഇങ്ങനെ സാജിദ റിയാക്ട് ചെയ്യുന്നത്? ഇപ്പം കുറെ ഇതേപോലെ തന്നെ വേറെ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം സാജിദയുടെ വേറെ മറ്റു ബന്ധങ്ങൾ അറിഞ്ഞിട്ട് ആള് മനസ്സുരുകിയിട്ട് സൂയിസൈഡ് ചെയ്തതാണ്. അങ്ങനെ ഇപ്പോ എന്റെ ഫോൺ എപ്പോഴും എന്റെ കയ്യിലായിരിക്കും. വന്നാലും ഞാൻ അവിടെ പോകുമ്പോഴും എപ്പോഴും അവർ നോക്കും. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ആൾക്ക് അതിന് സൂസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ പിടിച്ച് അവർക്ക് എന്താ അതിന് വേണ്ടി അത് ചെയ്യായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ആള് ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഇക്കാന്റെ എന്താണ് പറയാ സ്റ്റേഷനിലൊക്കെ കംപ്ലൈന്റ് ഒക്കെ പോയതാണ്. അങ്ങനെയാണ് പറഞ്ഞാൽ അവർക്ക് ഡൗട്ട് തോന്നിയ അവരെന്നെ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ അവരെന്നെ സ്റ്റേഷനിൽ. കണ്ടില്ലേ, ഓരോ ഇന്റർവ്യൂവിലും പോയി പറയുന്ന കാര്യങ്ങളല്ല അടുത്ത ഇന്റർവ്യൂവിൽ പോയി പറയുന്നത്. ശരിക്കും വ്യത്യാസമുള്ളത് തന്നെയാണ്. ഇപ്പോഴിതാ ഈ ഷാജിദയുടെ ആദ്യ ഹസ്ബൻഡായ കബീറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. കാരണം ഓൾറെഡി ഷാജിദ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് കടങ്ങളും മറ്റു കാര്യങ്ങൾ കൊണ്ടാണ് സൂയിസൈഡ് ചെയ്തു എന്ന് പറയുന്നത്. പിന്നീട് ഈ ഒരു സംഭവ വികാസങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പല രീതിയിലുള്ള പലതരത്തിലുള്ള ആളുകൾ, അതായത് ഈ ഒരു ഷാജിദയുടെ ഹസ്ബൻഡിന്റെ ബന്ധത്തിലുള്ള ആൾക്കാർ തന്നെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ തന്നെ ഇത്രയേറെ കോൺട്രവേഴ്സീസ് ആയതുകൊണ്ട് തന്നെ കബീറിന്റെ മരണം അന്വേഷിക്കാൻ നമ്മൾ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ സത്യം വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കണം എന്ന് പറഞ്ഞാണ് ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നത് തന്നെ. കാരണം കബീറിന്റെ മരണത്തിന് പിന്നിൽ എന്തോ ദുരൂഹത ഉണ്ട് എന്നുള്ള തരത്തിലാണ് ഈ ഒരു സംസാരം വന്നത്. ഇതിന്റെ പിന്നാലെ തന്നെ കബീറിന്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു കബീറിന്റെ മരണം വെറും സാധാരണ മരണമല്ല, ഈ ഒരു ആത്മഹത്യക്ക് പിന്നിൽ കാരണങ്ങളുണ്ട് എന്ന് തന്നെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്തായാലും ആ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഷാജിദ, എല്ലാം അവസാനിപ്പിക്കാനായി നീ നിർത്തിക്കോ. നീ ഇങ്ങനെ നുണകൾ പറഞ്ഞ് ഇങ്ങനെ ബുദ്ധിമുട്ടണ്ട. എല്ലാം ഞാൻ പറഞ്ഞാ പോരെ. ഞാൻ കബീറിന്റെ കൂട്ടുകാരനാണ്. ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് കബീറിന്റെ കൂട്ടുകാരനാണെന്ന്. വേണമെങ്കിൽ കൂടപ്പിറപ്പെന്നും പറയാം. അവസാനമായി അവൻ എനിക്ക് അയച്ച കുറച്ച് വോയിസ് ഉണ്ട്. ഇതുവരെ ആ മക്കളെ ആലോചിച്ച് ഞാനൊന്നും പ്രതികരിക്കാനോ പുറത്തു കൊണ്ടുവരാനോ നിന്നിട്ടില്ല. അപ്പൊ ഈ ഒരു കബീർ മരിക്കുന്നതിന് മുമ്പ് കുറച്ച് വോയിസ് മെസ്സേജുകൾ ഈ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ മക്കളെ കരുതിയാണ് ആ പുള്ളിക്കാരൻ അത് ഇതുവരെയും പുറത്തു വിടാതിരുന്നത് എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇനിയും ഞാൻ ഇത് ചെയ്താൽ അവരോട് ചെയ്യുന്ന ക്രൂരതയാവും അത്. ആ വോയിസ് എല്ലാം ഞാൻ അവന്റെ കുടുംബത്തിന് നൽകും. അപ്പൊ ആ ഒരു വോയിസ് മെസ്സേജ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നതാണ് പറയുന്നത്. അത് അദ്ദേഹം ഈ ഒരു കബീറിന്റെ കുടുംബത്തിന് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവർ തെളിയിക്കും ഇനിയെല്ലാം. നിനക്ക് വേണേൽ അവരെ കൂട്ടുപിടിച്ച് ഇത് നിർത്തലാക്കാം. എന്നാലും ഞാൻ ഇത് പുറത്തു കൊണ്ടുവരും. അതിൽ തന്നെ എല്ലാവരും മനസ്സിലാകും അവന്റെ മരണത്തിന് കാരണം നീയാണെന്നുള്ള സത്യം. അപ്പൊ ഇവിടെ ആ കൂട്ടുകാരൻ എടുത്തു പറയുന്നുണ്ട് കബീറിന്റെ മരണത്തിന് പിന്നിൽ ഷാജിദയാണ് കാരണക്കാരി എന്നാണ്. സത്യം അതല്ലേ മോളെ. അവസാനമായി അവൻ എനിക്കയച്ച മെസ്സേജസ്, വോയിസസ്, കോൾ എടുക്കാൻ മാത്രം എനിക്ക് കഴിഞ്ഞില്ല. അന്ന് അവനെ സമാധാനിപ്പിക്കാൻ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അവനും ഇന്നിവിടെ കാണുമായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിക്കാറുണ്ട്. അവന് വേണ്ടിയിട്ട് ഞാൻ ഇതെങ്കിലും ചെയ്യണം. നീ നിർത്തിക്കോ. ഇനി നിനക്ക് നുണകൾ പറഞ്ഞ് ഇങ്ങനെ അവന്റെ പേരും കളഞ്ഞ് നടക്കേണ്ടി വരില്ല മോളെ. എല്ലാം ഇതോടെ അവസാനിക്കണം. സത്യം എല്ലാവരും അറിയണം. അതിനും ആർക്കു വേണമെങ്കിലും എന്റെ കൂടെ നിൽക്കാം. ഇത് ഞാൻ അവന്റെ കുടുംബത്തിന് കൈമാറും. കാരണം അവന്റെ മരണത്തിൽ അവന്റെ മക്കൾക്കും കൂടപ്പിറപ്പുകൾക്കും മാത്രമേ നഷ്ടമുണ്ടായിട്ടുള്ളൂ. നിനക്കൊന്നുമില്ല, ഒരു ചുക്കുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആ പുള്ളിക്കാരൻ മെസ്സേജ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ മരണത്തിന് പിന്നിലുള്ള കാരണം ഈ ഷാജിദയാണെന്ന് ഈ പുള്ളിക്കാരൻ എടുത്തു പറയുന്നുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള വോയിസ് മെസ്സേജുകൾ ഈ പുള്ളിക്കാരന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് അമീർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നാണ് അദ്ദേഹം അയച്ചിരുന്നത്. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ഒറിജിനൽ ഐഡി അല്ല എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഒരിക്കലും എന്റെ പേര് അമീർ എന്നല്ല എന്ന് പറയുന്നുണ്ട്. പല അക്കൗണ്ടിൽ നിന്നുമായി ഞാൻ അവൾക്കും അല്ലാണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാം പാഴായി. ഏതോ ഈ അക്കൗണ്ടിന് മാത്രം എനിക്കുള്ള മറുപടികൾ വന്നു. ഞാൻ മണ്ണാർക്കാടാണ്. നിലവിൽ ഇപ്പോൾ നാട്ടിലില്ല. ഞാൻ വരട്ടെ. എല്ലാവരും കൂടെ നിൽക്കുമെന്നറിയാം. ഇതിന്റെ പേരിൽ എനിക്ക് എന്ത് സംഭവിച്ചാലും എന്റെ കയ്യിലുള്ള വെച്ച് നിങ്ങൾ നാളെ പുറത്തു വരണം റാഫി. ഈ റാഫി എന്ന് പറയുന്നത് ഈ കബീറിന്റെ സഹോദരന്റെ മകനാണ്. ഇതൊക്കെ അവൾ അന്നേ ചിന്തിക്കണം. നമ്മളുടെ കൂട്ടുകാരന്റെ മക്കളല്ലേ വെച്ചിട്ടാണ് ഞാൻ ഒന്നും നിൽക്കാതിരുന്നത്. ഇനി ആ മക്കൾക്ക് വേണ്ടിയെങ്കിലും ഞാൻ വരണം. അപ്പൊ എന്തോ കാര്യമായിട്ടുള്ളൊരു സംഭവം ഈ പുള്ളിക്കാരന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡന്റോടുകൂടി ആ പുള്ളിക്കാരൻ പറയുന്നത്. പേര് വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, അത് അമീർ എന്നുള്ള ഒരു ഐഡിയിൽ നിന്നാണ് അയച്ചത്. അപ്പം അത് മാത്രമേ നമുക്കറിയാവൂ.
എന്തായാലും പുള്ളിക്കാരൻ നാട്ടിലില്ല, മണ്ണാർക്കാട് ഇവിടെയാണ് താമസിക്കുന്നത്. നാട്ടിൽ വന്നാൽ ഉടൻ തന്നെ ഇതിന്റെ പിറകെ തന്നെ ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സത്യാവസ്ഥ ഒരു കാലത്ത് അങ്ങനെ ഒളിച്ചു നിൽക്കത്തില്ല. ഇതിന്റെ സത്യം എന്തായാലും പുറത്ത് തന്നെ വരും.